പതിവ് പോലെ ബീഹാർ ഇലക്ഷനിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഊന്നൽ നൽകുന്നത് വർഗീയ വിദ്വേഷ പ്രചാരണത്തിലാണ്. രാഷ്ട്രീയമായ പരാജയം സംഭവിച്ചതുകൊണ്ടാണ് വർഗീയതയിൽ അഭയം പ്രാപിക്കേണ്ടി വരുന്നത്. RJDയുടെയും കോൺഗ്രസിൻ്റെയും നേതാക്കൾ രാമക്ഷേത്രം സന്ദർശിക്കാത്തത് തങ്ങളുടെ വോട്ട് ബാങ്കിന് ഇളക്കം സംഭവിക്കും, അത് ഭയന്നുകൊണ്ടാണ് അവർ രാമക്ഷേത്രം സന്ദർശിക്കാത്തത് എന്നാണ് ചപ്രയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം. ഇന്ത്യ ലോകശക്തിയായി കുതിക്കും, അത് വിശ്വഗുരുവായി മാറും എന്നൊക്കെ പറയുന്ന പ്രധാനമന്ത്രിയും BJPയും ഇപ്പോഴും തെരഞ്ഞെടുപ്പ് ക്യാമ്പയിന് ഉപയോഗിക്കുന്നത് മതവിദ്വേഷവും വർഗീയ പ്രചാരണവുമാണ്. മോദിയുടെ ബാക്ക്ഗ്രൗണ്ട്, BJPയുടെ ആശയ അടിസ്ഥാനം ഇതൊക്കെ നമുക്കറിയാം. നരേന്ദ്രമോദി മുസ്ലിം വിരോധിയാണ്, വർഗീയവാദിയാണ് എന്ന് പറയുന്നത് തെറ്റാണ് എന്ന രീതിയിൽ വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ നടത്തിയിരുന്നു. 10 വർഷമായി രാജ്യത്തിൻ്റെ അനുഭവം എന്താണ്? രാജ്യം ഭരിക്കാൻ ജനങ്ങൾ അവസരം നൽകിയിട്ടും 10 വർഷം കൊണ്ട് തങ്ങൾക്ക് മതധ്രുവീകരണത്തിൻ്റെ, വർഗീയതയുടെ, മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്ന ഇത്തരം വർഗീയ പ്രചരണങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ലെങ്കിൽ അതിനർത്ഥം എന്താണ്? പറയാൻ ആശയങ്ങളില്ല, രാജ്യത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ വികസന കാഴ്ചപ്പാടുകളില്ല. അദ്ദേഹത്തിന് ഇപ്പോഴും പഥ്യം BJPക്ക് ഇത്രയും കാലം രാജ്യം ഭരിക്കാൻ അവസരം കിട്ടിയിട്ടും അവർക്ക് വികസനത്തെക്കുറിച്ച് പറയാൻ കഴിയുന്നില്ല, നാളെയെക്കുറിച്ച് പറയാൻ കഴിയുന്നില്ല, ഇന്ത്യയുടെ പുതിയ സ്വപ്നങ്ങളെക്കുറിച്ച് പറയാൻ കഴിയുന്നില്ല, ഇന്ത്യ ലോകരാജ്യങ്ങളോട് എങ്ങനെ മത്സരിക്കുന്നു എന്ന് പറയാൻ കഴിയുന്നില്ല. എല്ലാ രംഗത്തും പരാജയം സംഭവിക്കുന്നത് കൊണ്ടാണ് വർഗീയ കാർഡുകൾ ഇറക്കി പ്രചരണം നടത്തേണ്ടി വരുന്നത്. ഏറ്റവും ദുർബലനായ ഒരു നേതാവിൻ്റെ ലക്ഷണമാണ്. നവ ഇന്ത്യ സൃഷ്ടിക്കാൻ ആവശ്യമായ ആശയ അടിത്തറയോ കഴിവോ ലീഡർഷിപ്പ് ക്വാളിറ്റിയോ ഇല്ല എന്നതിൻ്റെ പ്രധാനപ്പെട്ട തെളിവാണ് പ്രധാനമന്ത്രി അവലംബിക്കുന്ന ഇത്തരം മ്ലേച്ഛമായ, വളരെ നിലവാരം കുറഞ്ഞ വർഗീയമായ രാഷ്ട്രീയ പ്രചാരണങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സംവാദങ്ങളുടെയും ക്യാമ്പയിനുകളുടെയും സെൻറ്റർ പോയിൻ്റായി ഏറ്റവും വലിയ ഒരു വിഷയമായി വർഗീയതയും മതവും ഇപ്പോഴും നിലനിൽക്കുന്നു. ഇതെന്തൊരു കഷ്ടമാണ്! ആധുനികമായ ലോകത്തേക്ക് പോകുന്ന, ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ട ഒരു രാജ്യത്ത് വർഗീയതയും ചീഞ്ഞളിഞ്ഞ ആശയങ്ങളും പറഞ്ഞുകൊണ്ടാണോ ലോകത്തെ നയിക്കാൻ BJP ശ്രമിക്കുന്നത്? നിതീഷ് കുമാറിനെ മുൻനിർത്തി പ്രചരണം നടത്താൻ പോലും BJPക്ക് സാധിക്കുന്നില്ല. കാരണം വികസനത്തിൽ 0 ആണ് ഇപ്പോഴും ബീഹാർ. സടക്ക്, പാനി, ബിജിലി, പഠായി തുടങ്ങിയ അടിസ്ഥാന വിഷയങ്ങളാണ് ബീഹാറിൽ ഇപ്പോഴും പരിഹരിക്കപ്പെടാതെ കിടക്കുന്നത്. അവിടെ ഇപ്പോഴും ദാരിദ്ര്യം കൊടികുത്തി വാഴുകയാണ്. വികസനം ചെന്നെത്താത്ത നിരവധി സ്ഥലങ്ങൾ ബീഹാറിലുണ്ട്. അവിടെയുള്ള ആളുകൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമല്ല, വാസയോഗ്യമായ വീടുകളില്ല, അവർക്ക് ടോയ്ലറ്റ് സംവിധാനങ്ങളില്ല. അടിസ്ഥാനപരമായി മനുഷ്യന് ലഭിക്കേണ്ട ഒരു ഫെസിലിറ്റിയും നൽകാതെയാണ് വർഗീയത പറഞ്ഞുകൊണ്ട് ഇലക്ഷൻ ക്യാമ്പയിൻ നടത്തുന്ന പ്രധാനമന്ത്രിക്കും BJPക്കും നാണമുണ്ടോ എന്ന് ചോദിക്കാനാണ് നമുക്ക് തോന്നുന്നത്. ഇപ്പോഴും 21ാം നൂറ്റാണ്ടിൽ ലോകം കുതിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്തും ഇന്ത്യയിൽ മതത്തെപ്പറ്റി, വർഗീയതയെപ്പറ്റി, മനുഷ്യർക്കിടയിൽ വിവേചനമുണ്ടാക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ അമ്പലത്തിൽ പോയോ, നിങ്ങൾ പള്ളിയിൽ പോയോ, നിങ്ങൾ കുർബാന നടത്തിയോ? ഇത്തരം ചീഞ്ഞളിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണോ ഒരു ഇലക്ഷനെ നേരിടേണ്ടത് എന്ന് BJP മറുപടി പറയേണ്ടിയിരിക്കുന്നു. ഇന്ത്യ എന്താണെന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. ഇന്ത്യയുടെ ആത്മാവിനെ കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾക്ക് ഇന്ത്യയെക്കുറിച്ച് ഒന്നും അറിയില്ല. ഇന്ത്യയുടെ ചരിത്രത്തിലോ വർത്തമാനത്തിലോ ഇന്ത്യയുടെ നിർമ്മിതിയിലോ നിങ്ങൾക്കൊരു പങ്കും ഇല്ല. സംഹാരത്തിൻ്റെയും നശീകരണത്തിൻ്റെയും കലാപത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും ചരിത്രം മാത്രമേ BJPക്കുള്ളൂ. നവ ഇന്ത്യ എന്ന ഒരു സങ്കല്പത്തെക്കുറിച്ചോ നിങ്ങൾക്ക് ആലോചിക്കാൻ കഴിയില്ല. ഗോഡ്സെയുടെ വിദ്വേഷ രാഷ്ട്രീയമാണ് നിങ്ങൾക്ക് പഥ്യം. നരേന്ദ്രമോദിക്കും BJPക്കും വർഗീയത മാറ്റി നിർത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ സാധിക്കില്ല എന്ന് ബീഹാർ ഇലക്ഷൻ ക്യാമ്പയിൻ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.